ഹായ് നമസ്കാരം. കോർഫൻസസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സൈറ്റിൽ ഏകദേശം 1 കിലോമീറ്റർ, ഒരു 1000 മീറ്റേഴ്സ് അടുപ്പിച്ചാണ്, 980 മീറ്ററോളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഫെൻസിങ്. ഇവിടെ ചെയ്തിട്ടുള്ളത് ചെയിൻ ലിങ്ക് മെഷ് ഫെൻസിങ് ആണ്, വിത്ത് കോൺക്രീറ്റ് പില്ലറാണ്. ഈ ഒരു സൈറ്റ് മൊത്തം ഏകദേശം 8 ഏക്കറോളം വരുന്നൊരു ഭൂമിയാണ്. അത്യാവശ്യം നല്ല ഭംഗിയിൽ, പ്രകൃതി ഭംഗി ഇണങ്ങി നിൽക്കുന്ന ഒരു പ്ലോട്ട് കൂടെയാണത്. നമ്മുടെ നദിയാണെങ്കിലും കണ്ടൽക്കാടുകളാണെങ്കിലും മൊത്തം വൺ സൈഡ് പച്ചപ്പ് നിറഞ്ഞ ഒരു ഭാഗം കൂടെയാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു സൈറ്റാണ്. അതുകൊണ്ട് തന്നെ വർക്കേഴ്സിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലാഗോ കാര്യങ്ങളോ ഇവിടെ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് നടത്താനും പറ്റിയിട്ടുണ്ട്. ഉള്ളത് നല്ല നീറ്റായിട്ടും ചെയ്യാനായിട്ട് ഇവിടെ പറ്റിയിട്ടുണ്ട്. സോയിലായിക്കഴിഞ്ഞാലും മൊത്തത്തിൽ ഒരു നല്ലൊരു സൈറ്റാണെന്ന് ഞങ്ങളുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ടാറ്റ വയറുണ്ട്. 4 ഇഞ്ച് ചെയിൻ ഗ്യാപ്പിൽ 2.5 mm തിക്നെസ്സിൽ വരുന്ന 4 ഫീറ്റ് വരുന്ന ചെയിൻ ലിങ്കാണ്. അത് കോൺക്രീറ്റ് പില്ലറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ പോസ്റ്റും തമ്മിൽ 8 അടി അകലാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും സപ്പോർട്ട് പില്ലറും വേണ്ട ബെൻഡുകളിലൊക്കെ നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ലൂസ് സോയിലുള്ള സ്ഥലങ്ങളുണ്ട് JCB വന്നപ്പോൾ. അവിടെ നമ്മൾ 3 അടിയോളം താഴ്ചയിലാണ് കൊടുത്തിട്ടുള്ളത്. 6 അടിയുടെ തൂണ് 2 അടി താഴ്ത്തിയിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മേലെ ടോപ്പ് ലൈന്, സെൻട്രൽ ലൈന്, ബോട്ടം ലൈന്, 3 ലൈനും നമ്മളതിന് 12 ഗേജിൻ്റെ ടാറ്റ വയറുകൊണ്ട് പ്ലെയിൻ വയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും നമ്മൾ അത്രയും നോക്കിയും കണ്ടുമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കാരണം 1-2 മൃഗശല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ലക്ഷങ്ങളുടെ പ്ലാന്റേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും നോക്കി കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്തും നമുക്കൊരു ഗ്യാപ്പോ കാര്യങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടി മണ്ണ് നീക്കം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മണ്ണ് നീക്കം ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈറ്റിലെ വർക്ക് വെറും 3 ദിവസം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. ഒരു 2 ദിവസത്തെ ഗ്യാപ്പാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എടുത്തത്. എല്ലാ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റേഷൻ്റെ എത്ര വലിയ വർക്കുകളും നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതൊരു നല്ല സൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വർക്ക് തീർന്നു. ലേബർ ചാർജും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഹൈറ്റ് ഹിൽ ഏരിയയിലൊക്കെ പ്ലാന്റേഷൻ ചെയ്ത സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ വരുമ്പോൾ ചിലപ്പോൾ ലേബർ ഇച്ചിരി ടൈം എടുത്തേക്കാം. എന്നാലും നമ്മളുള്ളത് നീറ്റ്, ആ ഒരു പർപ്പസ് എന്താണോ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് വർക്കുകൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സമയം എടുക്കും. ചെറിയ കോസ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ചെറിയ കോസ്റ്റുകൾ, വലുതല്ല, ചെറിയ കോസ്റ്റുകൾ, ഇവിടെ എനിക്ക് തോന്നുന്നത് 8000 രൂപയുടെ വ്യത്യാസമാണ് ഇത്രയും വലിയ വർക്കിൽ അങ്ങനെയുള്ള പർപ്പസ് കവറാക്കാനായിട്ട് നമ്മുടെ ഒരു ബില്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആഡ് ആക്കിയത്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ വന്ന് നോക്കുമ്പോൾ പ്ലോട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ഫുൾ രൂപരേഖ തരാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള വർക്കുകൾ എന്തെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വിത്ത് 1 ഡേ നമ്മളത് വന്ന് നോക്കി എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്ത് തീർക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ലേബേഴ്സ് ഉണ്ട്, മെറ്റീരിയൽസൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. 2000-3000 മീറ്ററൊക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉള്ള ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാറ്റ വയറുകളുടെ പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയ കോസ്റ്റോ കാര്യങ്ങളോ വരുന്നില്ല. മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും, വലിയൊരു കോസ്റ്റ് ആവുന്നുമില്ല. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ. ചെയിൻ ലിങ്ക് മെഷ് ഫെൻസിങ്ങിൻ്റെ ഏറ്റവും നല്ല ഒരു മോഡൽ കൂടെയാണിത്. അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡൽ കൂടെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ചെയിൻ ലിങ്ക് സെലക്ഷൻ ചെയ്തത് 4 ഇഞ്ച് ചെയിൻ ഗ്യാപ്പിലാണ്. നമ്മുടെ മെറ്റീരിയൽ 2 ഇഞ്ചിൽ വരുന്നുണ്ട്, 3 ഇഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇഞ്ചിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ റേറ്റ് കൂടും, അതൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ പ്രിഫർ ചെയ്തത് ഈ ഒരു മെറ്റീരിയലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ സ്വാഭാവികമായിട്ടും വെള്ളം കയറുന്ന ഏരിയ ബാക്ക് സൈഡ് വീഡിയോയിൽ കാണാം. 4 ഇഞ്ച് ചെയിൻ ഗ്യാപ്പിലുള്ള ഈ ഒരു മെറ്റീരിയലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വെള്ളം കയറി കഴിഞ്ഞാലും ഇറങ്ങിക്കഴിഞ്ഞാലും ഇതിലൂടെ വളരെ ഈസി ആയിട്ട് വെള്ളം കയറി ഇറങ്ങിപ്പോകും. ഇതിന് കൂടെ വരുന്ന ചണ്ടി, ബാക്കി വേസ്റ്റ് കാര്യങ്ങളൊന്നും പ്ലോട്ടിൻ്റെ അകത്തേക്ക് വരാതിരിക്കാനും അത് അത്രയും മതി. അപ്പോൾ അത്രയും വെള്ളം തള്ളിപ്പോകുമ്പോൾ ഈ നെറ്റിനെ ബാധിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഏറ്റവും ഒരു ആവറേജ് ചെയിൻ ഗ്യാപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്.
ഇതിൽ ചെയിൻ ഗ്യാപ്പ് കുറഞ്ഞതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചണ്ടി ഉൾപ്പെടെ വെള്ളം തള്ളുന്ന സമയത്ത് നമ്മുടെ ഫെൻസിങ്ങിനെ ബാധിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുന്ന ചെറിയ ബെൻഡുകളും കാര്യങ്ങളും ഇപ്പോൾ ഈ നേരത്തെ കണ്ട പോലെ ചെറിയ സപ്പോർട്ട് പില്ലേഴ്സൊക്കെ നമ്മൾ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത്രയും ഒരു 5 ഫീറ്റ് ഹൈറ്റിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. ഇങ്ങനെയുള്ള ഏത് തരം വർക്കുകൾക്കാണെങ്കിലും നമ്മുടെ ഈ ഒരു നമ്പറിൽ വിളിച്ച് അതിൻ്റെ എൻക്വയറി ചെയ്ത് നമുക്കതിന് കോട്ട് എടുക്കാവുന്നതാണ്. എവിടെയാണെങ്കിലും നമ്മളത് സൈറ്റിൽ വന്നിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തരും.